ധന്യ, ഈ പി ദിവ്യ വിഷയം, നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ്, എന്താണ് പുതിയ അപ്ഡേഷൻസ് ഉള്ളത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞ വിഷയത്തിലാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത്. അതായത് കൈക്കൂലിക്ക് രണ്ട് പക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് പക്ഷമെന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങിച്ചെന്ന് ഒരു പക്ഷം, വാങ്ങില്ല എന്നും ഒരു പക്ഷം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത പറഞ്ഞത് കൈക്കൂലി വാങ്ങിയിട്ടില്ല, കൃത്യമായ അന്വേഷണം നടത്തി ഒക്ടോബർ 24 അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുമുള്ള കൈക്കൂലിക്കാരനല്ല നവീൻ ബാബു എന്നുള്ളത് നേരത്തെ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ അഴിമതിയുടെ കറ പുരളാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു എന്നാണ് പറയുന്നത്. പി ദിവ്യയുടെ പ്രസംഗമാണോ അദ്ദേഹത്തെ തകർത്തത്, മാനസികമായി ഉലച്ചത് എന്നൊന്നും അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം പ്രശാന്തന് NOC വാങ്ങി, ഇപ്പോൾ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പറയുന്ന കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തിന് ക്ലീൻ ചീറ്റ് നൽകി പ്രശാന്തനെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. കളക്ടറുടെ മൊഴി, കളക്ടർ ഇപ്പോൾ എല്ലാ പോലീസിനോടും ഗീതയോടും മറ്റ് മൊഴിയെടുക്കാൻ വന്നവരോടും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒന്നും പറയാത്ത കാര്യമാണ് കോടതിയിൽ പറഞ്ഞത്. നവീൻ ബാബു കുമ്പസാരം നടത്തി, തനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്താണ് ആ തെറ്റ് എന്ന് തുറന്നു പറയാൻ ഇപ്പോഴും കളക്ടർ തയ്യാറാകുന്നില്ല. ഇനി നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നിരിക്കട്ടെ, അതിൻ്റെ തെളിവ് എവിടെയാണ്? ഇപ്പോൾ കൊടുത്തു എന്ന് പറയുന്നത് ആഭരണം പണയം വെച്ച് കൊടുത്തു എന്ന് പറയുന്നു. ചിലർ പറയുന്നു നവീൻ ബാബു നേരിട്ട് വാങ്ങിയിട്ടില്ല, ഏതോ സംഘടനയ്ക്കാണ് ആ പണം കൊടുത്തത് എന്ന് പറയുന്നു. എന്നാൽ ആ സംഘടന എന്തുകൊണ്ട് അത് തുറന്നു പറയുന്നില്ല, ഞങ്ങൾക്ക് പണം കിട്ടി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? നോക്കൂ തന്നെ, ഇതിനകത്തൊരു വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുരൂഹതകളുള്ള, തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാകാത്തൊരു കേസാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഒരു സാധാരണഗതിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു ജനപ്രതിനിധി അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ജനപ്രതിനിധിക്കൊപ്പമാണ് നമ്മുടെ സമൂഹം നിൽക്കാറുള്ളത്. അങ്ങനെ ഒരു അഴിമതി ആരോപണം ഇവിടെ ഉണ്ടാകുന്നു. ഇത് തനിക്ക് നേരെ തിരിയും എന്ന് ഉറപ്പുള്ള നവീൻ ബാബു ആത്മഹത്യ എന്നൊരു ഓപ്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് നിയമപരമായി അദ്ദേഹം നേരിടാമായിരുന്നു. എന്നെ ഇത്തരത്തിൽ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിച്ചു, ഞാൻ നിരപരാധിയാണ് എന്ന് നിയമപരമായി നേരിടാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല. അദ്ദേഹം ആ നാണക്കേട് ഭയന്നാകാം അദ്ദേഹം എന്തായാലും അതൊരു മരണത്തിന് കീഴടങ്ങുകയാണ്. അല്ല, അതിപ്പം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും, കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഞാനതാ പറഞ്ഞു, ഇത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് വലിയൊരു ദുരൂഹതയുണ്ട്. ഈ ദുരൂഹത നീക്കണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണമല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും പറയുവാനില്ല. ഈ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ അന്വേഷിക്കണം. എന്തിനാണ് ദിവ്യ അന്ന് അവിടെ വന്നത്? എന്തിനാണ് ദിവ്യ അങ്ങനെ ഒരു പ്രസംഗം അവിടെ നടത്തിയത്? ആരാണ് ദിവ്യയ്ക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത്? നവീൻ ബാബു പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ദിവ്യയെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലെങ്കിൽ ധരിപ്പിച്ചത് ആരാണ്? ഇതിനൊക്കെ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പുറത്ത് നവീൻ ബാബു ഈ പറയപ്പെടുന്ന NOC കൊടുത്തത് പണം വാങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ അതുവരെ കൊടുക്കാതിരുന്ന NOC എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് കൊടുത്തത്? അദ്ദേഹം പോകുന്നത് കൊണ്ട് ഈ ഫയലുകൾ ക്ലിയർ ചെയ്ത് പോയി എന്ന ഒരു ന്യായം വേണമെങ്കിൽ അവിടെ പറയാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ കൃത്യമായി അവിടെ എന്ത് വേണം? ഒരു സമഗ്രമായ അന്വേഷണം നടക്കണം. ഇപ്പോൾ സ്വാഭാവികമായും നവീൻ ബാബുവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയങ്കരനായിരുന്ന കുടുംബനാഥൻ, ഗൃഹനാഥൻ, അച്ഛൻ, ഭർത്താവ് നവീൻ ബാബു മരണപ്പെടുകയാണ്. സ്വാഭാവികമായും അവരുടെ മുന്നിൽ അവർക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഇമേജ്, നാട്ടുകാർക്ക് ഈ പറയപ്പെടുന്ന അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലെങ്കിലും അദ്ദേഹം പ്രശ്നക്കാരനായിരുന്നില്ല, അഴിമതിക്കാരനായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു ആരോപണത്തിൻ്റെ പേരിൽ മരണപ്പെടുമ്പോൾ, ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകാതെ മരണപ്പെടുമ്പോൾ എന്താണ് ഉണ്ടായത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആ വീട്ടുകാർക്കുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഉറപ്പായും അതിന് നവീൻ ബാബു തെറ്റുകാരനാകട്ടെ, തെറ്റുകാരനല്ലാതിരിക്കട്ടെ, ദിവ്യ തെറ്റുകാരിയാകട്ടെ അല്ലെങ്കിൽ തെറ്റുകാരി അല്ലാതിരിക്കട്ടെ, ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാനുള്ള ഒരു അവകാശം പൊതുസമൂഹത്തിനും ആ കുടുംബത്തിനും ഉണ്ട്. അത് ചെയ്തു കൊടുക്കേണ്ടത് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സർക്കാരാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ജയരാജൻ്റെ ആ പ്രസ്താവനയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. സമഗ്രമായ ഒരു അന്വേഷണം വേണം. പക്ഷേ മറ്റു വാദമുഖങ്ങൾ ഉയരുന്നുണ്ട്. എന്താണത്? ഈ പറയപ്പെടുന്ന അവസാനം നവീൻ ബാബുവിനെ തെറ്റുകാരനാക്കി. തീർച്ചയായിട്ടും നവീൻ ബാബുവിന് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഞാനൊരു മുതിർന്ന ഒരു അഭിഭാഷകൻ പറയുന്നത് ഞാൻ കേട്ടത്, ഇനി അടുത്ത ഇവരുടെ പ്ലാനിങ് മഞ്ജുഷയെ കൈക്കൂലിക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ തിരിച്ചടിയാകുമെന്ന ഉത്തമ ബോധ്യം. കാരണം മഞ്ജുഷയ്ക്ക് ആ ഭയം ഉള്ളത് കൊണ്ടാണ് മഞ്ജുഷ തഹസിൽദാർ പദവിയിൽ നിന്ന് തന്നെ നീക്കണം, സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് തന്നെ മാറ്റണമെന്നൊക്കെ അത്രയും ഭയം അവർക്കുണ്ട്. കാരണം പത്തനംതിട്ട പോലെ കോറി മാഫിയുടെ ഒരു കേന്ദ്രമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ താൻ ഇരിക്കുമ്പോൾ തനിക്ക് തൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ട ബാധ്യത തനിക്കുണ്ട്. അത് ചിലപ്പോൾ സത്യസന്ധമായ ആയിരിക്കില്ല. അപ്പോൾ അതിൽ താൻ വഴങ്ങാതിരുന്നാൽ തൻ്റെ ജീവനും അപകടത്തിലാകുമോ എന്നുള്ള ഭയം ഒരുപക്ഷെ മഞ്ജുഷ അലട്ടുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മഞ്ജുഷ തന്നെ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് മാറ്റണം എന്നവർ പറയുന്നത്. പിന്നെ നിയമപരമായി പോരാട്ടം നടത്തുന്നത് അവർ കൂടി അനുഭാവിയായ ഒരു പാർട്ടിക്കെതിരെയാണ്.
ആ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല ആ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി ആരും ഇവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. മലയാളപ്പുഴ മോഹനൻ മാത്രമേ. അല്ല, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ആ കാര്യത്തിൽ നമ്മൾ രണ്ട് കൈ അവരുടെ സംഘടനകൾ അവർ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ നോക്കൂ, പത്തനംതിട്ട കമ്മിറ്റിയേക്കാൾ എത്രയോ പ്രബലരാണ് കണ്ണൂരിലെ നേതാക്കന്മാർ. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ കണ്ണൂരിൽ നിന്നാണ്. അവർക്കെല്ലാം PP ദിവ്യയുമായി അടുത്ത ബന്ധമുണ്ടാവും, വ്യക്തിബന്ധം ഉണ്ടാവും. സ്വാഭാവികമായും അവരുടെ പാർട്ടി സഖാവാണ്, അവരുടെ പാർട്ടിയുടെ മുഖമാണ്. കണ്ണൂരിലെ അടുത്ത ഒരു വനിതാ MLA മന്ത്രിയോ ഒക്കെ ആകേണ്ടുന്ന ആളാണ്. സ്വാഭാവികമായും ദിവ്യയ്ക്ക് അനുകൂലമായി. കാരണം ഇതിനകത്ത് ഈ കുടുംബത്തിന് ഒരു ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നൊരു ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഉറപ്പ് പോലും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഭയമുണ്ടാകും. കാരണം ആ കുട്ടികൾക്ക് ഇനി അവർ മാത്രമേ ഉള്ളൂ. അവരിനി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവർ ആ ഭയത്തോട് മാത്രമായിരിക്കും അതിനെ നോക്കിക്കാണുക. CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ ഉന്നയിക്കുമെന്ന് പറയുന്നത്, പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കറിയില്ല. CBI അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ഇവിടെ ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതും. ഇത് പാർട്ടി അവർക്കൊപ്പമില്ല, ഭരണകൂടം അവർക്കൊപ്പമില്ല, നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ഇതുപോലെ ശശിയെ തരം താഴ്ത്തിയില്ലായിരുന്നോ? ഈ തരം താഴ്ത്തലും ഉയർത്തലും ഒക്കെ ഉറപ്പായിട്ടും ഇത് കേസിന്റെ കാര്യങ്ങൾ ഇതൊന്നും വലിയ നിൽക്കുന്നതല്ല. അതൊന്നുമല്ല. ഈ കേസിൽ നിന്ന് ദിവ്യ എന്ന് വരുന്നു, അപ്പോഴത്തേക്ക് ദിവ്യക്ക് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരെ അവർ ഉയർത്തി കൊടുക്കും. കാരണം വനിതാ മുഖങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സത്യാവസ്ഥ, ധാർമ്മികമായ സത്യാവസ്ഥ അറിയുവാനുള്ള ധാർമ്മികത പൊതുസമൂഹത്തിനും ആ കുടുംബത്തിനുമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും മഞ്ജുഷയുടെ ജീവന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ആ കുടുംബത്തിനും നീതി കിട്ടാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണത്തിന് മഞ്ജുഷയും കുടുംബവും തയ്യാറാകുമെങ്കിൽ, അതിന് ആരെങ്കിലും ഒപ്പം നിൽക്കുമെങ്കിൽ മഞ്ജുഷയുടെ കുടുംബത്തെ നവീൻ ബാബുവിൻ്റെ നീതിക്ക് വേണ്ടി പോരാടട്ടെ. എന്തായാലും CPM ഇപ്പോൾ മഞ്ജുഷ CBI അന്വേഷണം വേണമെന്ന് CPM-നോട് ആവശ്യപ്പെട്ടാൽ CPM അത് പ്രതിക്കൂട്ടിലാവും. കാരണം CPM അനുഭാവി കൂടിയായ കുടുംബമാണ്. അപ്പോൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു CPM അനുഭാവിയായ ഒരു കുടുംബത്തിന് പോലും CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് സംസ്ഥാന സർക്കാരിന് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല. ഇവിടെ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തതും എന്നും നടക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായ അന്വേഷണമാണ്. പാർട്ടി കുടുംബമാണ്, പാർട്ടിക്കാരിയാണ് എന്ന കാര്യം കൊണ്ട് മാറ്റിവെക്കുക. രണ്ടുപേരെയും ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരായിട്ട്, ഇവിടുത്തെ ജനങ്ങളായിട്ട് കാണുക. സർക്കാർ എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിക്കുക. ആരുടെ ഭാഗത്താണോ തെറ്റ്? ഇപ്പൊ രണ്ടുപേരും ഇവർക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ആരുടെ ഭാഗത്താണോ തെറ്റ്, അവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഇത് കുറച്ചാൾ കഴിയുമ്പോൾ, ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം, കുറച്ചാൾ കഴിയുമ്പോൾ ഈ കേസിന്റെ ചൂടൊന്നാറും. ഈ കേസിന്റെ ചൂടൊന്നാറി കഴിയുമ്പോൾ കുടുംബം തന്നെ പറയും, ഇനി ഇതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഭാവി, കുട്ടികളുടെ ഭാവി ഒക്കെ നോക്കിയിട്ട് അവർ ഇതിൽ നിന്ന് പതുക്കെ ചിലപ്പോൾ പിന്മാറിയേക്കാം. ഒരുപക്ഷെ തങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ മരണത്തിൽ ഉത്തരവാദിത്വം ഉണ്ടായ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ പുറത്തു കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിച്ച് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ സർവീസിൽ തുടരുന്ന ആ ഭാര്യയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചരിത്രം അതാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നാടാണ്. ആന്തൂർ സാജന്റെ ഭാര്യ ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം പരപുരുഷൻ ബന്ധമുണ്ട് എന്ന് ദേശാഭിമാനി വാർത്ത കൊടുത്തവരാണ്. എന്ന് വരെ, അതായത് അവരെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അത്തരത്തിലൊക്കെ നശിപ്പിക്കാനുള്ള സംവിധാനമുള്ളവരാണ്, അധികാരമുള്ളവരാണ്. പക്ഷേ ഒരു സ്ത്രീ നേരെ നിന്ന് പോരാടിയാൽ അത് ഉറപ്പായും അത് ഒരു വലിയ ഒരു മാറ്റത്തിലേക്ക് അത് വരും. എന്തായാലും രണ്ട് പക്ഷത്തും ഇപ്പോൾ നിലവിൽ സ്ത്രീകളാണുള്ളത്. ഒരു മനുഷ്യൻ്റെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മരണം, അതുണ്ടാക്കിയ കോളിളക്കങ്ങൾ, ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഒരു പക്ഷേ PP ദിവ്യ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇയാൾ വന്നിരുന്നിട്ട് PP ദിവ്യയ്ക്ക് വേണ്ടി, ഞാൻ PP ദിവ്യയ്ക്ക് വേണ്ടി ന്യായീകരിക്കുകയല്ല. അവരിരുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതാകാം. പക്ഷെ അത് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്തായാലും സമഗ്ര അന്വേഷണം നടക്കട്ടെ, ഇതിൻ്റെ ഒരു റിസൾട്ട് വരട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത, ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരട്ടെ. തീർച്ചയായിട്ടും.